ഹായ് ഡിയർ ലീഡേഴ്സ്, ഞാൻ രാധാകൃഷ്ണൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോദികെയർ കമ്പനി നമുക്ക് തരുന്ന എൻറോൾമെൻറ്റ് നെറ്റ്വർക്കിൽ നിന്നും എങ്ങനെയാണ് ന്യൂ ജോയിനീസിനെ മാത്രം സോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടീമിലെ 7% എബോ നിൽക്കുന്ന ആളുകൾ എത്ര പേര്, അല്ലെങ്കിൽ 10% എത്തി നിൽക്കുന്ന ആളുകളെ മാത്രം സോർട്ട് ചെയ്ത് കാണാൻ സാധിക്കുന്ന സമയത്ത് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ വോളിയം മനസ്സിലാക്കി അവരോട് സംസാരിക്കുമ്പോൾ അവരെ 10%ലും 13%ലേക്കുള്ള ദൂരം എത്രയാണ്, അല്ലെങ്കിൽ എത്ര വോളിയത്തിൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പല ആളുകളും കഴിവില്ലാത്തതിൻ്റെ പേരിലോ അറിവില്ലാത്തതിൻ്റെ പേരിലോ അല്ല, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ബിസിനസ്സിൽ ഇഴഞ്ഞു പോകുന്നത്. ഇത്തരത്തിൽ അവർക്കൊരു ഡയറക്ഷൻ കിട്ടുന്ന സമയത്ത് അവർക്ക് മുന്നോട്ടുള്ള വഴി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമ്പോൾ അവർക്ക് ആ പരാജയ ഭീതി ഒഴിവാക്കി വളരെ സീരിയസ് ആയിട്ട് ബിസിനസ്സിനെ സമീപിക്കാൻ സാധിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ ന്യൂ ജോയിനി ഡ്രൈവ് അല്ലെങ്കിൽ പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഇൻഫ്ലുവൻസർ ആവാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് സ്വന്തം വിജയം വളരെ വ്യക്തമായിട്ട് മുന്നിൽ കാണുന്ന വ്യക്തിക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഒരാളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡാറ്റ ഡ്രിവൺ ബിസിനസ് മോഡിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ വളർച്ച അല്ലെങ്കിൽ തളർച്ച ഓരോ ദിവസവും വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ടീമിനെ വളരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഓരോ 5 ദിവസം കഴിയുമ്പോഴും നമുക്കൊരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ആ 5 ദിവസത്തെ മാത്രം ന്യൂ ജോയിനേഴ്സിനെ കണ്ടെത്താനും, അല്ലെങ്കിൽ ആ 5 ദിവസത്തെ മാത്രം വോളിയത്തെ വേർതിരിച്ച് നമുക്ക് എഴുതി വെക്കാനൊക്കെ സാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലെ വളർച്ച 5-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുന്നേ തന്നെ അളക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ബിസിനസ് താഴേക്കാണോ എന്നുള്ളതൊക്കെ നമുക്ക് ആ തുടക്ക സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ആ മാസം നമുക്കൊരു 3 ഇരട്ടി 4 ഇരട്ടി ബിസിനസ് ചെയ്യാനുള്ള സമയവും സാഹചര്യവും നമുക്ക് ഒരുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ബിസിനസ് വളരെയാണ് അല്ലെങ്കിൽ വളർച്ച കുറവാണെന്നൊക്കെ തിരിച്ചറിയുന്നത് 28-ാം തീയതി ആയിട്ടായിരിക്കും. ആ 2 ദിവസം കൊണ്ട് നമുക്ക് ആ തെറ്റ് തിരുത്താൻ സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് വളരെ സ്പീഡിൽ ഗ്രോ ചെയ്യുന്നത് ചിലപ്പോൾ 25-ാം തീയതിക്ക് ശേഷമായിരിക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ആ വിജയം ഉറപ്പിക്കാൻ സാധിക്കാതെ പോകുന്നു. പക്ഷേ ഈ വളർച്ചയാണെങ്കിലും തളർച്ചയാണെങ്കിലും അത് 5-ാം തീയതി 10-ാം തീയതി ഉള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഡാറ്റ ഡ്രിവൺ ബിസിനസ് മോഡിലേക്ക്, അല്ലെങ്കിൽ ഈ ഡാറ്റ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ ടീമിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്തെടുക്കാം, നമ്മുടെ ടീമിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ അപഗ്രഥിച്ചെടുക്കാം എന്നുള്ളത് നമുക്ക് എക്സൽ ഫയലിലൂടെ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നെറ്റ്വർക്കിലൂടെ എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി എക്സൽ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമുക്ക് എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക് മുന്നേ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്ന കാരണം കൊണ്ട് റീസെൻറ്റ് ഫയൽസിലുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്ത ആളുകൾ കഴിഞ്ഞ വീഡിയോ കാണുക. അതിൽ എങ്ങനെയാണ് എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് നെറ്റ്വർക്ക് ഡൗൺലോഡ് ചെയ്താൽ ചെയ്യേണ്ട 3 കാര്യങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. 1, ഫ്രീ സ്പെയിൻസ് ആഡ് ചെയ്യുക. 2, നമുക്ക് ഫിൽറ്റർ ആഡ് ചെയ്യുക. 3, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരിന് വിഡ്ത്ത് കുറവാണ്, അപ്പോൾ ഈ കോളം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ന്യൂ ജോയിനീസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഈ കോളം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ എറർ മാറും. ഇപ്പോൾ ഇതിൽ ഡേറ്റ് കാണുന്നില്ല, പക്ഷേ ഈ വിഡ്ത്ത് കറക്റ്റ് ആകുമ്പോൾ അവിടെ നമുക്ക് ആ ഡേറ്റ് കാണാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫിൽറ്റർ ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഡേറ്റിൽ മാത്രം ന്യൂ ജോയിനിയാണ് അറിയുന്നതെങ്കിൽ ആ ഡേറ്റ് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഡേറ്റിൽ ഇപ്പോൾ 2 ന്യൂ ജോയിനിയാണ് 20 ജാനുവരി 2016 വന്നിട്ടുള്ളത്. ഇത് കമ്പനിയുടെ മൊത്തം നമ്മൾ തുടങ്ങിയ കാലം മുതലുള്ള എല്ലാ ഡാറ്റയും ഇതിലുണ്ടായിരിക്കും. നമ്മുടെ ന്യൂ ജോയിനീസ് മൊത്തം ആളുകളുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഈ മാസത്തെ മാത്രം ഏപ്രിൽ മാസത്തെ മാത്രം ന്യൂ ജോയിനീസിൻ്റെ എണ്ണമാണ് കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഡേറ്റ് ഓഫ് ജോയിനിങ് എടുത്ത് അതിൽ ഡേറ്റുകൾ കാണാൻ സാധിക്കും. ഇതിലൊരു ഡേറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് 30 ഡിസംബർ അല്ലെങ്കിൽ അത് കൊടുക്കാം. ഇതിൽ മൊത്തം 2015-16 മുതലുള്ള മൊത്തം ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡേറ്റ് എന്നുള്ള ടാബിൽ വന്ന് ബിറ്റ്വീൻ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് സോർട്ട് ചെയ്യാൻ സാധിക്കും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ, അതായത് ഏപ്രിൽ 1 മുതൽ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് 14 ഏപ്രിൽ 2024 വരേക്കുള്ള ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ മാസത്തെ 1-ാം തീയതി മുതൽ ഏപ്രിൽ 14-ാം തീയതി വരേക്കുള്ള മൊത്തം ന്യൂ ജോയിനേഴ്സിൻ്റെ എണ്ണമാണ് ഇവിടെ സോർട്ടായിട്ടുള്ളത്.
ഇതിൽ തന്നെ എത്ര പേര് പർച്ചേസ് ചെയ്തു എന്നറിയാൻ സാധിക്കണമെങ്കിൽ ഇത് എൻറോൾമെൻറ്റ് സ്പോൺസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അപ്ലൈൻ ആരാന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഈ അപ്ലൈൻ്റെ കോഡ് നമ്പറാണ് ഇതിലുള്ളത്. ആ വ്യക്തിയുടെ തൊട്ട് മീതുള്ള ഇൻട്രൊഡ്യൂസറുടെ കോഡ് നമ്പറാണ് അതിൽ കാണുന്നത്. ഈ സെലക്ട് ചെയ്ത ആളുകളെ തന്നെ എത്ര പേര് പർച്ചേസ് ചെയ്തു എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ PPV എന്നുള്ള കോളത്തിൽ വന്ന് ഫിൽറ്ററിൽ ഓപ്പൺ ചെയ്ത് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഗ്രേറ്റർ ദാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു മിനിമം പർച്ചേസ് 2500 രൂപയ്ക്ക് മീതെ പർച്ചേസ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് ഒരു 40 PV കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 40 PVക്ക് മീതെ പർച്ചേസ് ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് വരും. ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് 40 PVക്ക് മീതെ പർച്ചേസ് ചെയ്ത ആളുകളുടെ എണ്ണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓക്കെ, അത് മാറ്റി നമുക്ക് വേണമെങ്കിൽ 40 PV എന്നുള്ളത് മാറ്റി നമ്പറിൽ വന്ന് ഗ്രേറ്റർ ദാൻ 100 PV ആക്കാം. അപ്പോൾ 100 PVക്ക് മീതെ പർച്ചേസ് ചെയ്ത ആളുകളുടെ മാത്രം ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ PV വൈസ് ഒരു പ്രൊഡക്റ്റെങ്കിലും പർച്ചേസ് ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ ഗ്രേറ്റർ ദാനിൽ വന്ന് ഒരു 5 PV ഇട്ടിട്ട് നമുക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു പർച്ചേസിങ്ങിലും ചെയ്ത ആളുകൾ പോലും ഇത് നമുക്ക് 7 PV പർച്ചേസ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മിനിമം ഒരു പർച്ചേസ് ചെയ്ത ആളുകളുടെ ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഫിൽറ്റർ നമ്മൾ ഓപ്പൺ ചെയ്താലും ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് ആൾ കൊടുത്ത് ക്ലോസ് ചെയ്യണം. ഫിൽറ്റർ ക്യാൻസൽ ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എടുക്കുന്ന ഡാറ്റാബേസ് അതിനനുസരിച്ചായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ റാങ്ക് വൈസ് എങ്ങനെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. റാങ്കിൽ നമ്മൾ വരുന്നു, റാങ്കിൻ്റെ വിഡ്ത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ വാലിഡ് ടൈറ്റിലിൽ പോയി ഇതിൽ ഐറ്റംസ് ഉണ്ടായിരിക്കും. ഐറ്റംസിൽ നമുക്ക് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, ഇത്തരത്തിലുള്ള എല്ലാ റാങ്കുകളും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതിൽ മിനിമം കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം, അതല്ലെങ്കിൽ സീനിയർ കൺസൾട്ടൻ്റ് മാത്രം 7% ആയിട്ടുള്ള ആളുകൾ മാത്രം നമ്മളിവിടെ സോർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇപ്പോൾ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പേരുകൾ മാത്രമാണ്. വെറും കൺസൾട്ടൻ്റ് എബോ ആയിട്ടുള്ള ആളുകളല്ല, വെറും കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അക്യുമുലേറ്റീവ് PVയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ PBV എത്ര PV ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ വന്ന് നമ്മൾ അവരുടെ പർച്ചേസ് വാല്യൂ നോക്കാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രേറ്റർ ദാനിൽ വന്ന് നമുക്ക് ഒരു 30 PVക്ക് മീതെ പർച്ചേസ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അത്രയും ആളുകളുടെ ലിസ്റ്റ് സോർട്ടാവും. ഇതിൽ നിന്ന് ബാലൻസ് അവർക്ക് 228 PV ചെയ്തിട്ടുള്ള ഒരാൾക്ക് വെറും ഈ മാസത്തിൽ ഓടിയാണെങ്കിൽ 240 PV ചെയ്ത് അവർക്ക് ഫാസ്റ്റ് സ്റ്റാർട്ട് ആവാൻ സാധിക്കും. അപ്പോൾ വളരെ ചുരുങ്ങിയൊരു കുറവിലാണ് അവർക്ക് ഫാസ്റ്റ് സ്റ്റാർട്ട് എത്താതെ പോകുന്നത്. ഇപ്പോൾ 220 PV ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഫാസ്റ്റ് സ്റ്റാർട്ട് അല്ല 80 PVയുടെ കുറവാണ് അവർക്ക് 10%ലേക്ക് എത്താനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അവരുടെ വോളിയം മനസ്സിലാക്കി അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക്, പ്രൊമോഷനിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കൺസൾട്ടൻ്റ് മാറ്റി സീനിയർ കൺസൾട്ടൻ്റ് ഇടാം. അതായത് 10% എബോ ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നോക്കൂ, സീനിയർ കൺസൾട്ടൻസ് മാത്രമായിട്ടുള്ളൊരു ലിസ്റ്റാണ് ഇവിടെ സോർട്ടായിട്ടുള്ളത്. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും എല്ലാ കോളത്തിലും നമുക്ക് ഈ ഫിൽറ്റർ വെച്ച് നമുക്ക് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാൻ സാധിക്കും. അക്യുമുലേറ്റീവ് PV നോക്കാം, PPV നോക്കാം. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ടീമിനെ വളരെ നല്ല രീതിയിൽ ഒരു അവയർനെസ്സോട് കൂടി ഇനി എത്ര ദൂരം എനിക്ക് നെക്സ്റ്റ് ജമ്പിലേക്ക്, ടൈറ്റിൽ ജമ്പിലേക്ക് ഉണ്ടെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണ്. ഓക്കെ, ചെറിയ ടീമുള്ള ആളുകളൊക്കെ തുടക്കത്തിൽ തന്നെ പേനയും പേപ്പറൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഡാറ്റ എഴുതി ശീലിക്കുക. കുറച്ച് വലിയ ടീമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഈ എക്സൽ ഫയലൊക്കെ കിട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എനിക്ക് എക്സൽ അറിയില്ലല്ലോ, മൊബൈൽ ഫോണിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ പേനയും പേപ്പറും എടുത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ജോയിനീസിൻ്റെ എണ്ണം, ലോയൽറ്റി കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അത്തരത്തിൽ നമുക്ക് എഴുതി തയ്യാറാക്കാൻ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ടീമിൽ വരുന്ന ആളുകളെ വിജയത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാനുള്ള അറിവും വിശ്വാസവും കാര്യപ്രാപ്തിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ഡാറ്റ ഡ്രിവൺ ബിസിനസ് മോഡിലേക്ക്, അല്ലെങ്കിൽ ഒരു കണക്കുകൾ അല്ലെങ്കിൽ അളവുകൾ ഉള്ള ഒരു ബിസിനസ് ഓണറായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ലീഡേഴ്സ്.